തരൂരിനെ വീട്ടിലെത്തി കണ്ട് സതീശൻ. തെരഞ്ഞെടുപ്പൊരുക്കം ചർച്ച. ശശി തരൂരിനെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തിക്കണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പൊരുക്കം വിശദമായി ഇരുവരും ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമായി ഉണ്ടാകണമെന്നും പ്രകടന പത്രികയടക്കം തയ്യാറാക്കുന്നതിൽ പങ്കെടുക്കണമെന്നും വി.ഡി. സതീശൻ തരൂരിനോട് ആവശ്യപ്പെട്ടു. പ്രകടന പത്രിക, ദർശനരേഖ എന്നിവ തയ്യാറാക്കുന്നതിൽ തരൂരും പങ്കാളിയാകും. വിവിധ മേഖലകളിലുള്ളവരുമായും യുവാക്കളുമായും തരൂരിന്റെ സംവാദങ്ങൾ UDF സംഘടിപ്പിക്കും. രാവിലെ വഴുതക്കാട്ടെ ഫ്ളാറ്റിലെത്തിയാണ് തരൂരിനെ വി.ഡി. സതീശൻ കണ്ടത്. ഒറ്റ പാർട്ടി മാത്രമേ തന്റെ ജീവിതത്തിലുള്ളൂവെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോൺഗ്രസിന്റെ വിജയം തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അതിനായാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തത് ഭീഷണി കൊണ്ടാണെന്ന ശിവൻകുട്ടിയുടെ വിമർശനത്തോടായിരുന്നു തരൂരിന്റെ പ്രതികരണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്താണ് ലഭിക്കുക എന്ന് നോക്കണം. മുമ്പേ തന്ന വാഗ്ദാനമാണ് എയിംസ്, അത് പൂർത്തിയാക്കണം എന്നാണ് ആവശ്യം. തീരദേശത്തെ സംരക്ഷിക്കാൻ പദ്ധതി വേണം, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. സംസ്ഥാന സർക്കാർ പണം ഇല്ലെന്ന് പറയുന്നു. ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പറഞ്ഞതിന്റെ തെളിവ് ബജറ്റിൽ കാണണമല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്തെ ബജറ്റ് ആയതുകൊണ്ട് കുറച്ച് പ്രതീക്ഷ ഉണ്ടെന്നും തരൂർ പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കുമോ എന്ന ചോദ്യത്തിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ഇന്ന് പ്രതികരിച്ചിരുന്നു. ഇത്തവണ കുഴിയിൽ ചാടാനില്ലെന്നും എപ്പോഴും മത്സരിക്കലല്ല കാര്യമെന്നും മുരളീധരൻ പറഞ്ഞു. പോസ്റ്റർ എല്ലായിടത്തുമുണ്ട്. ആകെ ഒരിക്കൽ മാത്രം കോൺഗ്രസ് വിജയിച്ച ചടയമംഗലത്തും പോസ്റ്ററുണ്ട്. പയ്യന്നൂരും കല്യാശ്ശേരിയിലും മാത്രമില്ല, ബാക്കി എല്ലായിടത്തുമുണ്ട്. അത് സ്നേഹമാണോ നിഗ്രഹമാണോ എന്നറിയില്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ കായംകുളത്ത് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിൽ പതിച്ചിരുന്ന പോസ്റ്ററിൽ കെ മുരളീധരനെ കായംകുളത്തിന് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ മതേതര മുഖമാണ് കെ മുരളീധരൻ, വിജയം സുനിശ്ചിതമാണെന്നും പോസ്റ്ററിലുണ്ട്. 2006 മുതൽ CPM ജയിക്കുന്ന മണ്ഡലമാണ് കായംകുളം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അരിതാ ബാബുവാണ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയത്. കെ മുരളീധരനായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിരുവമ്പാടിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കെ മുരളീധരന് മലയോര മണ്ണിലേക്ക് സ്വാഗതം എന്ന പോസ്റ്ററായിരുന്നു തിരുവമ്പാടിയിൽ പതിച്ചത്.